അങ്ങനെ നമ്മുടെ ബി ബി ഹൗസിൽ അടുത്ത വീക്ക്ലി ടാസ്കിന് അംഗം കുറിച്ചിരിക്കുകയാണ് ബി ബി കണ്ടസ്റ്റൻസ്, ബി ബി ഡാൻസ് മാരത്തോൺ. അപ്പം നമുക്ക് ഓരോ കണ്ടസ്റ്റൻസും എന്തൊക്കെ ഗെയിംസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ പെർഫോമൻസ് ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് അവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ആദ്യമായിട്ട് നമ്മുടെ അനുമോള് വന്നിട്ട് നന്ദിനിയായിട്ട്, നമ്മുടെ കിലുക്കത്തിലെ നന്ദിനിയായിട്ടാണ് അനുമോള് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വന്നിട്ട് മുല്ലൻകൊള്ളി വേലായുധനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരുമാണ് കുറച്ച് കിടുക്കാൻ സാധ്യത. രണ്ടുപേരും ആക്ടേഴ്സാണ്. ഡെഫിനറ്റ്ലി അവരുടെ റോൾസും അടിപൊളി റോൾസാണ്, ഒത്തിരി പെർഫോം ചെയ്യാനുള്ള റോൾസാണ്. സൂപ്പറായിട്ട് അവർ ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും കിടുക്കമായിരിക്കും. അതിനുശേഷം വന്നിട്ട് നമ്മുടെ നൂറയ്ക്ക് കാർത്തുമ്പിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ശോഭനയുടെ ക്യാരക്ടർ. നൂറയും കുറച്ചൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ആദിലേക്ക് നമ്മുടെ കുമ്പിടിയുടെ റോളാണ്. കുമ്പിടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. അതിനുശേഷം അനീഷിന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബാബു, മറ്റേ ജോക്കർ മൂവിക്കകത്ത് ദിലീപിൻ്റെ ക്യാരക്ടറായിട്ടുള്ള ബാബുവിൻ്റെ ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അനീഷ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം അക്ബറിന് മിന്നൽ മുരളിയായിട്ടാണ്. എന്തൊക്കെ പെർഫോമൻസ് ആണ് അക്ബർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയണം. പിന്നെ ആര്യന് കുറച്ച് അടിപൊളി ക്യാരക്ടറായിട്ടോ മായാമോഹിനിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. മായാമോഹിനി ഒരു ഫെമിനൈൻ ക്യാരക്ടറായിട്ടാണ്. അതെങ്ങനെ ആര്യൻ ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് അക്ബറും ആര്യനും കൂടെ പോയിട്ടുള്ളൊരു റോളൊക്കെ ഉണ്ട്. നമുക്കത് എങ്ങനെ അവർ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ലക്ഷ്മിക്ക് നമ്മുടെ ഒരു ഉർവശിയുടെ ഒരു റോളാണ് കിട്ടിയിരിക്കുന്നത്. പണ്ടത്തെ ഉർവശി ഇങ്ങനെ രണ്ട് സൈഡിൽ മുടിയൊക്കെ പിന്നിക്കെട്ടി ഒരു ഓർമ്മയില്ല, അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും അത് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ നവീന് കിട്ടിയിരിക്കുന്നത് ഗാന്ധർവം സിനിമയിലെ മോഹൻലാലിൻ്റെ താതകണ്ണൻ തപോഭവനത്തിൽ നിന്നും മടങ്ങി എത്തിയില്ലേ ശകുന്തളെ എന്ന ഡയലോഗിൻ്റെയൊക്കെ ആ ഒരു സീനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബിന്നിക്ക് ഒരു സർദാർജിയുടെ റോളാണ്. അത് ഏതാണെന്ന് എനിക്കിത് ഇങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അതിനുശേഷം നമ്മുടെ സാബുമോന് കിട്ടിയിരിക്കുന്നത് പട്ടണത്തിൽ ഭൂതം എന്ന മൂവിക്കകത്തെ മമ്മൂട്ടിയുടെ റോളാണ്, ഭൂതമായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഏതൊക്കെ ആൾക്കാർ ഏതൊക്കെ രീതിയിൽ ചെയ്യും, എങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത വരും ദിവസങ്ങളിൽ കാണാം.